തറാവീഹ് നിസ്കാരം 20 ആണോ 8 ആണോ 12 ആണോ എത്രയാണ് നിസ്കരിക്കേണ്ടത് ഉസ്താദെ? പലരും പല അഭിപ്രായമാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ജമാഅത്തായി നിസ്കരിക്കണോ, അല്ല ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ മതിയോ, വലിയ സൂറത്ത് ഓതി നിസ്കരിക്കണോ, ചെറിയ എനിക്ക് അലംതറ മാത്രമേ അറിയത്തുള്ളൂ അത് ഓതിയാ മതിയോ, ഇങ്ങനെ എത്ര സംശയമാണ്. 20 റക്അത്തിനും കൂടെ ഒറ്റയ്ക്ക് നിയ്യത്ത് വെച്ചാൽ മതിയോ? ഞാൻ 20 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് ഒറ്റയടിക്ക് കണ്ട് നിയ്യത്ത് വെച്ചിട്ട് 20 നിസ്കരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ അത്തഹിയാത്ത് ഫുള്ളായിട്ട് ഓതണോ? ഇങ്ങനെ പല സംശയങ്ങളും ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് റമളാൻ ആവുമ്പോൾ ആ സംശയങ്ങളൊക്കെ തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി കേൾക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹ്രസ്വമായ രൂപത്തിൽ എങ്ങനെയാണ് തറാവീഹ് നിസ്കരിക്കേണ്ടത്, എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്, എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത്, ഏത് സൂറത്താണോ ഓതേണ്ടത്, ചെറിയ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ. പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് വിശുദ്ധ റമളാനെ ധന്യമാക്കാനും റമളാൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ യാത്രയാക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. വേണ്ടുവോളം ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിൽ പ്രധാനമായ ഒരു ഇബാദത്താണ് രാത്രിയിലെ നിസ്കാരം, അല്ലേ? പരിശുദ്ധ തറാവീഹ് നിസ്കാരം. മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക നിസ്കാരം വിശുദ്ധ റമളാനിൽ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ വിശുദ്ധ റമളാനിലെ പുണ്യമായ ഈ നിസ്കാരം നമ്മളുടെ പാപങ്ങൾ മുഴുവൻ പൊരുത്തപ്പെട്ടു പോകാനുള്ള വഴിയാണ് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മുത്തനബി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ നല്ല വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും കൂലി കിട്ടും എന്ന ആ ഒരു ഉറപ്പോട് കൂടിയിട്ട് പരിശുദ്ധ റമളാന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളൊക്കെ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അന്നുവരെ അവൻ ചെയ്തിട്ടുള്ള മുഴുവൻ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, പൊരുത്തപ്പെട്ടു കൊടുക്കും, മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത്. ആ വിശുദ്ധമായ തറാവീഹ് നിസ്കാരം നമ്മളിലേക്ക് ആഗതമായിരിക്കാം. 20 റക്അത്തുകൾ സുന്നത്തായ നിസ്കാരമാണ് വിശുദ്ധ തറാവീഹ് നിസ്കാരം, ഇല്ലേ? പുരുഷന്മാർ ജമാഅത്തായിട്ടും സ്ത്രീകൾക്ക് അവരുടെ വീടുകളിൽ ജമാഅത്ത് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും നിസ്കരിക്കേണ്ട മഹത്തായ ഒരു സുന്നത്ത് നിസ്കാരം. മുത്തുനബി തങ്ങളുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ റമളാൻ വന്നപ്പോൾ നബി തങ്ങൾ തറാവീഹ് നിസ്കരിച്ചു. കുറച്ച് സ്വഹാബത്ത് കൂടെയുണ്ട്, നബി തങ്ങളുടെ കൂടെ നിസ്കരിക്കുകയാണ്. സ്വഹാബത്ത് ഇങ്ങനെ നിസ്കരിച്ചവർ മറ്റുള്ളവരോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു സുന്നത്ത് നിസ്കാരം മുത്തുനബി തങ്ങളോടൊപ്പം പുതിയൊരു നിസ്കാരം നിസ്കരിച്ചു റമളാനിൽ. അങ്ങനെ കേട്ടറിഞ്ഞവർ പിറ്റേ ദിവസം കൂടുതൽ വന്നു. നബി തങ്ങൾ അന്നും നിസ്കരിച്ചു അവരോടൊപ്പം ജമാഅത്തായി. 3-ാമത്തെ ദിവസമായപ്പോൾ വീണ്ടും ആളുകൂടി, പള്ളിയിൽ ആൾ നിറയാൻ തുടങ്ങി. അന്നും ജമാഅത്തായി നിസ്കരിച്ചു. 4-ാമത്തെ ദിവസമായപ്പോൾ പള്ളി മുഴുവൻ നിറഞ്ഞു ആളുകൾ. സ്വഹാബത്ത് മുഴുവൻ ആവേശത്തോടു കൂടി വരികയാണ്. പുതിയ നിസ്കാരം നബി തങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ നമുക്കും കൂലി കിട്ടുന്ന വകുപ്പ് നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണല്ലോ. അങ്ങനെ ആവേശത്തോടു കൂടി വന്നു. പക്ഷേ നബി തങ്ങൾ അന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. നബി തങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. സ്വഹാബത്ത് പറയാണ്, ഞങ്ങളിങ്ങനെ തൊണ്ടയനക്കി നോക്കി നബി തങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞ് ഇനി അഥവാ ഉറങ്ങിപ്പോയതാണ് എങ്കിൽ നബി തങ്ങളൊന്ന് ഉണർന്ന് വരട്ടെ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, ഞങ്ങളിങ്ങനെ പരസ്പരം തൊണ്ടയനക്കുകയും ചെറിയ ഒച്ചത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു നോക്കി. പക്ഷേ നബി തങ്ങൾ വന്നില്ല. പിറ്റേ ദിവസം സുബഹിക്ക് നബി തങ്ങൾ പള്ളിയിലേക്ക് വന്നിട്ട് ഞങ്ങളെ അഭിസംബോധന ചെയ്തു. പറഞ്ഞ എന്താണെന്നറിയോ? സ്വഹാബത്ത് പറയുകയാണ്, നിങ്ങൾ ഇന്നലെ സംസാരിക്കുന്നതും നിങ്ങൾ ഒരുമിച്ച് കൂടിയതും തൊണ്ടയനക്കിയതും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ വരാതിരുന്നത് ഇങ്ങനെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ തറാവീഹ് എങ്ങാനും ഫർളാക്കി കളയുമോ, നിർബന്ധമാക്കി കളയുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വരാതിരുന്നത്. കാരണം ഫർളാക്കിയാൽ നിങ്ങൾ ചിലപ്പോൾ നിസ്കരിക്കും. സ്വഹാബത്ത് നബി തങ്ങളോട് ആ ആവേശത്തിൽ ദീനിന്റെ എന്താണ് പ്രസരിപ്പ് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ നിസ്കരിക്കും. പക്ഷേ അവസാന കാലഘട്ടത്തിൽ വരുന്ന എന്നെ പോലത്തെ ബലഹീനരായ ഈമാൻ കുറഞ്ഞ ആളുകൾ അവർക്ക് 20 റക്അത്ത് ഫർളാണ് എങ്കിൽ ചിലപ്പോൾ പ്രയാസമായി പോകും, ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് തന്നെ സുന്നത്തായ കർമ്മമായി പഠിപ്പിച്ചു വന്നു. പിന്നെ നബി തങ്ങൾ അത് ജമാഅത്തായി നിസ്കരിച്ചില്ല. നബി തങ്ങളുടെ കാലശേഷം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് റമളാനിൽ കയറി വന്ന സമയത്ത് പലരും പലയിടത്തായിട്ട് ഇങ്ങനെ ചിന്നിച്ചിതറി നിസ്കരിക്കുന്നതാണ്. പലരും പല സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചത് ഇത് ഒരു ഇമാമിന്റെ കീഴിലാക്കിയ എത്ര ഭംഗി ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യമായ ഹാഫിളായ ഒരു ഇമാമിനെ പിടിച്ച് ഇമാമത്ത് നിർത്തുകയും ശേഷം എല്ലാവരും അണിയായി നിന്ന് നിസ്കരിക്കുകയും ചെയ്തു. മഹാനായ അലിയാർ തങ്ങൾ കണ്ടിട്ട് പറഞ്ഞത്, നിഅമൽ ബിദ്അത്തു ഹാദിഹി, അത്ര നല്ല ബിദ്അത്താണ്.
എത്ര നല്ല പുതിയ കാര്യമാണ് ഈ ചെയ്തത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെയ്ത സംഗതിയെ അലിയാരി തങ്ങളും അംഗീകരിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ തറാവീഹ് ജമാഅത്തായി 20 റക്അത്ത് തന്നെ ജമാഅത്തായിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വീണ്ടും പുനഃസ്ഥാപിക്കുകയുണ്ടായി. കാലം തൊട്ട് ഇക്കാലത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മുഖ്ലിസീങ്ങളായ നമ്മുടെ മുൻഗാമികൾ അവർ അതുപോലെ അനുസരിച്ച് പോരുന്നുണ്ട്. പരിശുദ്ധ തറാവീഹ് നിസ്കാരം 20 റക്അത്ത് ജമാഅത്തായിട്ട് ഇങ്ങനെ നിസ്കരിച്ചു പോരുന്നുണ്ട്. പലരും പല എണ്ണം നിസ്കരിക്കാറുണ്ട്. 8 നിസ്കരിക്കുന്നവരുണ്ട്, 12 നിസ്കരിക്കുന്നവരുണ്ട്, 24 നിസ്കരിക്കുന്നവരുണ്ട്, തുടങ്ങി പലതും നിസ്കരിക്കുന്നവരുണ്ട്. ഒരു 8 നിസ്കരിച്ചാലും 10 നിസ്കരിച്ചാലും 12 നിസ്കരിച്ചാലും 2 റക്അത്തുകൾക്ക് വേണ്ടി നിയ്യത്ത് വെക്കണം. തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ജമാഅത്തായിട്ടാണെങ്കിൽ ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു. ഇങ്ങനെ നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചു. അവൻ ആ 2 റക്അത്ത് തറാവീഹിന്റെ കൂലി കിട്ടും. 4 റക്അത്ത് നിസ്കരിച്ചു, 4 റക്അത്ത് തറാവീഹിന്റെ കൂലി കിട്ടും. 8 നിസ്കരിച്ചു, 8ന്റെ കൂലി കിട്ടും. 12 നിസ്കരിച്ചു, 12ന്റെ കൂലി കിട്ടും. എന്നാലോ പൂർണ്ണമായി തറാവീഹ് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടണമെങ്കിൽ 20 റക്അത്ത് നിസ്കാരം പൂർണ്ണമായിട്ട് അവർ നിസ്കരിക്കണം. ഇതാണ് നമ്മുടെ ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് അല്ലെ. പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി ജമാഅത്തായി നിസ്കരിക്കുക, അതും ഖത്മൊക്കെ ഓതി നിസ്കരിക്കുന്ന പള്ളികളുണ്ടെങ്കിൽ അവിടേക്ക് ആവേശത്തോടുകൂടി നമ്മൾ പോകണം. കാരണം പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് സ്വഹാബത്തിന് കിട്ടിയ ഭാഗ്യല്ലേ. ഇത്തരം വിധങ്ങൾ ഇങ്ങനെ ഓതുന്നത് കേട്ട് നിസ്കരിക്കുക, അതുപോലെ സ്വഹാബത്ത് ഇങ്ങനെ ഓതുന്നത് കേട്ട് നിസ്കരിക്കുക. അപ്പൊ അവരൊക്കെ ചെയ്ത ആ വഴിയിൽ എന്ത് ചെയ്യുക, ഖത്ം ഓതി നിസ്കരിക്കുന്ന പള്ളികളുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വെറും അലംതറ മാത്രം ഓതുന്ന പള്ളികളിൽ പെട്ടെന്ന് പോയി പെട്ടെന്ന് അടിച്ചു തീർക്കുക നിസ്കാരം. അങ്ങനെ ഉണ്ടല്ലോ, ധൃതിയിൽ ഏറ്റവും പെട്ടെന്ന് തീരുന്ന എവിടാണോ അവിടെ ആയിരിക്കും നിസ്കാരത്തിന് ജമാഅത്തിന് ആള് കൂടുതൽ ഉണ്ടാവുക. അതൊരു മോശത്തരമല്ല, മറിച്ച് എന്ത് ചെയ്യുക, പെട്ടെന്ന് ധൃതിയിൽ പോകേണ്ട ആളുകളുണ്ടാവും. പക്ഷെ പരിശുദ്ധ റമദാനിൽ മാത്രം കിട്ടുന്ന ഒരു സുവർണ അവസരമല്ലേ തറാവീഹ്. അതുകൊണ്ട് തന്നെ ദീർഘമായ സമയം നിന്നു എന്ന് കരുതിയിട്ട് നമുക്കൊരു കുറവുമില്ല, കൂടുതലേ ലഭിക്കുകയുള്ളൂ. ഇനി ഉമ്മമാര് സഹോദരിമാര് അവർ വീട്ടിൽ തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ ജമാഅത്തായി മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിസ്കരിക്കാൻ ശ്രമിക്കുക. മറ്റു വീടുകളിലേക്കൊക്കെ പോയി ജമാഅത്ത് ഒന്നിച്ചു കൂട്ടി നിസ്കരിക്കുന്നതിനൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല. ഇനി തൊട്ടടുത്ത വീട്ടിൽ ജ്യേഷ്ഠന്റെ മക്കളുണ്ട്, അതുപോലെ തന്നെ ജ്യേഷ്ഠത്തിമാരുണ്ട്, കുടുംബാദികൾ മാത്രം ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് നിന്ന് നിസ്കരിച്ചു, അതൊന്നും തെറ്റ് എന്നല്ല ഈ പറയുന്നത്. പല സ്ഥലങ്ങളിലും അന്യ സ്ത്രീകളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടി നിസ്കരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിവിന്റെ പരമാവധി ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. കാരണം തറാവീഹ് നിസ്കരിക്കുന്നതിനിടയിൽ മലക്കുകൾ വരും. തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് വേണ്ടി ദുആ ഇറക്കാനും അവരുടെ ദുആയിന് ആമീൻ പറയാനും ഒക്കെ എന്ത് ചെയ്യും, മലക്കുകൾ ഇറങ്ങി വരും. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളിരുന്ന് നിസ്കരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങാൻ അത് കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി തറാവീഹ് നിസ്കരിക്കുന്നതിന്റെ ചെറിയൊരു രൂപം പറഞ്ഞുതരാം. നമ്മൾ 20 റക്അത്ത് നിസ്കരിക്കും, അത് ഒറ്റ അടിക്ക് അങ്ങനെ നിയ്യത്ത് വെക്കാൻ പറ്റില്ല. തറാവീഹിന്റെ 20 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിക്ക് നിയ്യത്ത് വെക്കരുത്. മറിച്ച് തറാവീഹ് നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ 2 റക്അത്തുകൾ 2 റക്അത്ത് 2 റക്അത്ത് 2 റക്അത്ത് ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോ 2 റക്അത്തിലും തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്ത് വെച്ചിട്ടാവണം കൈകെട്ടേണ്ടത്. കൈകെട്ടി സാധാരണ പോലെ വജ്ഹത്തു ഓതൽ സുന്നത്താണ്. വജ്ഹത്തു പൂർണ്ണമായി വജ്ഹത്തു വജ്ഹി ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ ഹനീഫൻ തുടങ്ങി പൂർണ്ണമായിട്ട് ഓതൽ സുന്നത്താണ്. ഇനി പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കണം എന്നുള്ളവരാണെങ്കിൽ അവർക്ക് ഫുള്ളായിട്ട് വജ്ഹത്ത് ഓതാൻ കഴിഞ്ഞാൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറയൽ സുന്നത്താണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ പറയൽ സുന്നത്താണ്. അതിനുശേഷം ഫാത്തിഹ ഓതുക, അറിയുന്നൊരു സൂറത്ത് ഓതുക. അറിയുന്നൊരു സൂറത്ത്, വലിയ സൂറത്ത് തന്നെ ഓതണം എന്ന് നിർബന്ധമൊന്നുമില്ല, അറിയുന്നൊരു സൂറത്ത് ഓതുക. ഇമാം നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇമാം ഓതുന്നത് കേട്ടുകൊണ്ട് നിൽക്കാം. ഇങ്ങനെ സൂറത്ത് ഓതി റുക്കുവും അതുപോലെ തന്നെ ഇഅ്തിദാലും സുജൂദും ഒക്കെ ചെയ്ത് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്നു, ഫാത്തിഹ ഓതി വീണ്ടും അറിയുന്ന സൂറത്ത്. ഇനി ഒറ്റ സൂറത്തേ അറിയുള്ളൂ. ഒരാൾക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രമേ അറിയുള്ളൂ. 20 റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സൂറത്ത് ഓതലേ സുന്നത്തുള്ളൂ. സുന്നത്താണ് സൂറത്ത് ഓതൽ. ഫാത്തിഹ മാത്രം ഓതി ഫർദ് മാത്രം അടിച്ചുവിട്ട് പോകുന്നതിനേക്കാൾ നല്ലതൊരു സൂറത്തും ഓതി സുന്നത്തും എടുത്തിട്ട് വേണം നമ്മൾ പോകേണ്ടത്. ഇനി അതിനുശേഷം അത്തഹിയാത്തിലിരുന്നു 2 റക്അത്തിൽ അവസാനത്തെ അത്തഹിയാത്താണല്ലോ അത്. ഓരോ 2 റക്അത്തിലെയും അവസാനത്തെ അത്തഹിയാത്താണ് ഈ അത്തഹിയാത്ത്. അപ്പൊ അതിലിരിക്കുമ്പോൾ തഹിയാത്ത് പൂർണ്ണമായിട്ട് ഓതണം അല്ലെ. അത്തഹിയാത്ത് എന്തായാലും ഓതൽ നിർബന്ധമാണ്. അത്തഹിയാത്ത് ഓതിനു ശേഷം സ്വലാത്ത് മുത്തനബി തങ്ങളുടെ മേലുള്ള ഇബ്രാഹിം സ്വലാത്ത് മുഴുവനായി ചെല്ലാൻ സമയമുണ്ടെങ്കിൽ മുഴുവനായി ചെല്ലുക. അതിനുശേഷം നമ്മൾ ദുആയും മുഴുവനായി ചെല്ലുക. ഇനി അങ്ങനെ പറ്റിയില്ല എങ്കിൽ അത്രയും സമയം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. എന്നാൽ എന്ത് ചെയ്യാം, സ്വലാത്ത് നബിതങ്ങളുടെയും കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം നമ്മൾ സാധാരണ അവസാനം ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു എന്ന് തുടങ്ങുന്ന ദുആ. അതിന്റെ അവസാന ഒരു ഭാഗമുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് തുടങ്ങുന്ന ആ ഭാഗം മാത്രം ചൊല്ലി നിർത്തൽ സുന്നത്തുണ്ട്.
ഒന്നും ചൊല്ലാതെ ഒന്നും ദ്വാരക്കാതെ എഴുന്നേൽക്കുന്നതിനേക്കാൾ നല്ലത് ആ അവസാനത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ എന്ന് തുടങ്ങുന്ന ആ ഭാഗം, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാവൽ തരണേ, മസീഹ് ദജ്ജാലിൽ നിന്ന് കാവൽ തരണേ, ഖബറിൽ നിന്ന് അദാബിൽ നിന്ന് കാവൽ തരണേ, ഇതാണ് ചോദിക്കുന്നത്. അതൊന്ന് ചോദിച്ചിട്ട് ദ്വാരന്നിട്ട് സലാം വീട്ടലാണ് സുന്നത്ത്. ഇങ്ങനെ ഈ 2 റക്അത്തുകൾ 20 റക്അത്ത് വരെ എന്ത് ചെയ്യുക, നിസ്കരിക്കുക. അതിനിടയിൽ 10 തഹിയ്യാത്ത് ഉണ്ടാവും. ആ തഹിയ്യാത്തിലൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യുക, ദുആയും ചെയ്തിട്ട് വേണം സലാം വീട്ടേണ്ടത്. ഇനി ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ടാകും. സുന്നത്ത് നിസ്കാരം ഖളാ ഉള്ളവൻ, അതായത് നിസ്കാരം മറ്റു ഫർദ് നിസ്കാരം ഖളാ ഉള്ളവൻ സുന്നത്ത് നിസ്കാരം ആ സമയത്തുകൂടെ ഫർദ് ഖളാ വീട്ടണമെന്നാണ് നിയമം അല്ലേ? അവന്റെ ഭക്ഷണവും അതുപോലെ തന്നെ ഫർദായ ഇബാദത്തുകളൊക്കെ കഴിഞ്ഞാൽ അവന്റെ ജോലി, കുടുംബത്തെ നോക്കേണ്ട ജോലി, അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ ഖളാ വീട്ടാൻ എടുക്കണം, ഖളാ വീട്ടണം. എന്നാൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന സമയത്തും ഖളാ വീട്ടണമെന്നാണ് സാധാരണ സുന്നത്തിന്റെ സമയത്ത്. പക്ഷെ ഇങ്ങനെ വർഷത്തിൽ വരുന്ന സുന്നത്തായ നിസ്കാരങ്ങൾ, ഈ തറാവീഹ് പോലത്തെ സുന്നത്തായ നിസ്കാരങ്ങൾ, അവൻ ഖളാ വീട്ടുന്നതോടൊപ്പം ഈ സുന്നത്ത് നിസ്കരിക്കലും അഫ്ളലാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചേക്കണം. അതുകൊണ്ട് തന്നെ തറാവീഹിന്റെ സമയത്ത് ഒരു കുത്തിമറിയലുണ്ടല്ലോ. തറാവീഹിന്റെ സമയത്ത് എന്ത് ചെയ്യുക, പല ആളുകളും പള്ളി വന്നിട്ട് തറാവീഹിന്റെ സമയത്ത് ഒരു ഖളാ വീട്ടിലാണ് അങ്ങോട്ട്, ബാക്കിയുള്ള സമയത്തൊന്നും പരിഗണിക്കില്ല, ബാക്കിയുള്ള സമയത്തൊന്നും ഖളാ വീട്ടൂല, കുറച്ച് തറാവീഹിന്റെ സമയം മാത്രം നോക്കിയിട്ട് ഖളാ വീട്ടുന്ന ആളുകളുണ്ട്. അപ്പൊ അത് ഒരു അഫ്ളലായ പരിപാടിയല്ല, അതൊരു മാന്യമായ പരിപാടിയല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കി തരുമാറാകട്ടെ, എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ. നമ്മുടെ പാപം പൊറുക്കാനുള്ള വഴിയാണ് തറാവീഹ് നിസ്കാരം, രാത്രിയിലെ നിസ്കാരം. അല്ലാഹു വേണ്ടുവോളം നല്ല ഖൽബോട് കൂടിയിട്ട് നല്ല ഇഖ്ലാസോട് കൂടി നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് വീട്ടിലുള്ള സ്ത്രീകൾ പലപ്പോഴും ഒഴിവാക്കാറുള്ള ഒരു നിസ്കാരം കൂടിയാണ്, എല്ലാവരെയും അല്ലേ പറയണത്. കാരണം പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് എങ്ങനെയും തട്ടിമുട്ടിയൊക്കെ നിസ്കരിക്കും, സ്ത്രീകൾ എന്ത് ചെയ്യും, ഇത് ഒറ്റയ്ക്ക് നിസ്കരിക്കണമല്ലോ എന്നുള്ള മടി കൊണ്ട് പലപ്പോഴും അത് ഒഴിവാക്കി കളയാറുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളാണ് മുൻപന്തിയിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത്, അത് ചെയ്ത് നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കണം, അവർക്കും ഒരു പ്രചോദനം നൽകണം. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ഇബാദത്തുകൾക്ക് അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ മറ്റൊരു മസലയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റുകളായി രേഖപ്പെടുത്തുക. അറിയുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടാവും. അല്ലാഹുവേ ഞങ്ങളെയൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.